പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിറർ എന്ന പ്രത്യേക ശുശ്രൂഷയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട മാത്യൂസിനും ഞാനും കൂടി ചേർന്ന് നിങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വളരെ സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജന്മദിനാളിനോട് പ്രത്യേകിച്ച് നമ്മളെല്ലാം പ്രാർത്ഥിച്ചു വരികയാണ്. നമ്മുടെ പ്രത്യേക മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് മാത്യൂസ് ഇന്ന് ഏത് വിഷയമായിരിക്കും നമ്മൾ സംസാരിക്കാനായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. വ്യക്തികളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിന് വലിയ ഒരു പങ്ക് സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. കാരണം കൂടുതൽ പേരും എന്തൊരു കാര്യം കിട്ടിയാൽ കൂടുതൽ പേര് സെർച്ച് ചെയ്യുന്ന അന്വേഷിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. നമ്മുടെ യുവാക്കൾ മാത്രമല്ല, എല്ലാവരും തന്നെ പ്രായമായവർ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ്. അതിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. വിശ്വാസം പ്രഘോഷിക്കാനും വിശ്വാസം പ്രചരിപ്പിക്കാനും അത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കൗൺസിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങള് സുവിശേഷ പ്രവർത്തനത്തിലുള്ള പ്രധാന വഴിയായിട്ട് നമ്മൾ സ്വീകരിക്കണം. പക്ഷേ ഇവിടെ വേറൊരു അപകടവും കിടക്കും. അപകടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തില് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, സെലിബ്രിറ്റി ഒറ്റ വാക്കി പറഞ്ഞാൽ സെലിബ്രിറ്റികൾ, അതായത് അവരെ മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വന്നവര് തന്നെ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ദൈവവിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യത്തക്ക രീതിയിലുള്ള ഇന്റർവ്യൂകൾ എടുക്കുകയും അത്തരത്തിലുള്ള ന്യൂസുകൾ അവതരിപ്പിക്കുകയും അതിന് ധാരാളം വ്യൂവർഷിപ്പ് ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ കാണുന്ന സാധാരണ വിശ്വാസിക്ക് അതിൽ ഉറപ്പാകും. അപ്പോൾ സത്യത്തില് ആ ഒരു വിഷയത്തെ ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസം നഷ്ടപ്പെടുന്ന കത്തോലിക്ക സെലിബ്രിറ്റികൾ. അതെ ക്രൈസ്തവ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന കത്തോലിക്ക സെലിബ്രിറ്റികൾ. മാത്യൂസ് പറഞ്ഞതുപോലെ വിഷയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ കാലഘട്ടത്തില് യുവജനങ്ങൾ മാത്രമല്ല, എല്ലാവരും ഏറ്റവും അധികമായിട്ട് അറിവുകൾ ശേഖരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. തീർച്ചയായിട്ടും ഒത്തിരി നല്ല കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന, ധാർമ്മികത നഷ്ടപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കത്തോലിക്ക വിശ്വാസികളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ദൈവത്തിന് പ്രത്യേക രൂപമുണ്ട്. ദൈവം നൽകിയ ദാനങ്ങളാണ്. പ്രത്യേകമായ ദാനങ്ങൾ കൊടുത്തു. അവര് പല രീതിയിൽ പ്രശസ്തരാണ്. പക്ഷെ നിർഭാഗ്യവശാല് അവർക്ക് ആ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം ഒഴിയാൻ പറ്റുന്നില്ല. എന്തോ കാരണത്തിന്റെ പേരില് അവര് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം പരസ്യം നിഷേധിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ മനുഷ്യരായിരിക്കുന്നതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിൽ പ്രമുഖരായ വ്യക്തികളെ അനുകരിക്കാനും ഒരു പ്രതികളെ ആരാധിക്കാൻ വരെയൊക്കെ ഒരു പ്രവണതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികള് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം നിഷേധിക്കുമ്പോൾ അല്ലാത്തവർക്ക് അത് അനുകരിക്കാനും അത് ശരിയാണെന്ന് വിശ്വസിക്കാനുമുള്ള ഒരു പ്രവണതയുണ്ടാകുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് ആ മേഖലയില് എന്തെങ്കിലും ഇപ്പോൾ സാധിക്കുന്നു അതുപോലെ എന്തെങ്കിലുമൊക്കെ അത് ചെയ്യേണ്ടത് ആവശ്യമാണത് പ്രചോദനത്താലാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അച്ഛൻ ശ്രദ്ധിച്ച, നമ്മൾ ആരുടെ പേരെന്ന് പറയുന്നില്ല, അച്ഛനെ ശ്രദ്ധയിൽപ്പെട്ട ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളിൽ ശ്രദ്ധയിൽപ്പെട്ട ക്രൈസ്തവ വിശ്വാസപരമായ ആശയങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ. അതായത് വളരെ പേരുകേട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ചാനലൊക്കെ നടത്തുന്ന വ്യക്തിയാണ്. ധാരാളം യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം കേരളം മാത്രമല്ല പുറത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് സേവനം സമൂഹത്തിന് നൽകിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പറയുന്ന ചിന്ത ഇതാണ്: ഈ ലോകത്ത് നടക്കുന്ന തിന്മകൾ, അതായത് ഈ ലോകത്ത് എപ്പോഴും ചൂഷണം ചെയ്യുന്നവരുമുണ്ട്, ചൂഷണം ചെയ്യപ്പെടുന്നവരും. എന്നിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മതങ്ങൾ പറയുന്നത് ഇവിടെ നിങ്ങൾ സഹിക്കൂ, മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇവിടെ സഹിക്കുന്നവരെ വിടുത്തരാണെന്ന ഒരാശയം ഈ ചൂഷിതരായിട്ടുള്ളവര് പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഇവരെ ചൂഷണം ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നതാണ്, ഇവിടെ സഹിച്ചിട്ട് മരിച്ചിട്ട് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? എന്നിട്ട് അദ്ദേഹം വളരെ ശക്തമായി പറയുന്ന കാര്യമുണ്ട്: അനീതി ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ചൂഷണം ഉണ്ടായെങ്കിൽ, തിന്മ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം എന്തൊരു ദൈവമാണ്. സ്വർഗത്തിൽ ദൈവം എന്ത് വാഴയ്ക്കയാണ് ചെയ്യുന്നത്. ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴേക്കും ശരിക്കും വിശ്വാസത്തിൽ ഉറപ്പില്ലാത്ത വിശ്വാസികൾക്ക്, സഹിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. വളരെയധികം ആൾക്കാരെ വിശ്വാസത്തിൽ നിന്ന് പുറകിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള സംസാരങ്ങള്, ചിന്തകൾ കാരണമാകുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ്. സത്യത്തില് ഇത് കേട്ടപ്പോൾ
എനിക്ക് വിശ്വാസം കൂടുകയാണ് താങ്കൾ ചെയ്യുന്നത്. പക്ഷേ സാധാരണ ആൾക്കാർക്ക് അങ്ങനെ ആകണമെന്നില്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ. അപ്പോ ഇതിനെ കുറിച്ച് എന്താണ് ഇതിന്റെ അഭിപ്രായം? എനിക്ക് ഒന്നാമത് തന്നെ മാത്യൂസിന്റെ വാക്കിട്ടപ്പോൾ ഒരു വലിയൊരു അഭിമാനം തോന്നുകയാണ്. കാരണം ഇന്ന് ഈ കാലഘട്ടത്തില് പലർക്കും വിശ്വാസം എന്നുണ്ടെങ്കിൽ മടിയാണ്. ക്രൈസ്തവ വിശ്വാസം, കത്തോലിക്ക വിശ്വാസം എന്ന് പറയുന്ന ഒരു മടിയാണ്. അങ്ങനെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ന് വിചാരിക്കും, എന്തൊരു കുറച്ചില് പോലെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തില് മാത്യൂസിന് ഇങ്ങനെ ഈ കത്തോലിക്ക വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം ഇങ്ങനെ കുറച്ച് എന്ന് പറയുന്ന കൃത്യമായിട്ടൊരു സന്തോഷ അഭിമാനം തോന്നിയായിരുന്നു. ഇപ്പം ഇപ്പൊ ഏതൊരു കാര്യം ഞാൻ ചിലപ്പോഴൊക്കെ ഉദാഹരണം പറയുന്നത്, നമ്മുടെ സയൻസില് വെള്ളം നമുക്ക് ലഭിക്കണമെങ്കിൽ H2O അല്ലേ, ഇത് ഈ ഒരു അനുപാതത്തിൽ H3O H1 പിന്നെ O2 ഒന്നും വെള്ളം കിട്ടുന്നില്ല. സയൻസ് പറയുന്ന ഈ കൃത്യമായ അനുപാതത്തിൽ നമ്മൾ ഇത് യോജിപ്പുണ്ടാകാതെ വെള്ളം കിട്ടുന്നു. അപ്പം സയൻസിലൊക്കെ ഇങ്ങനെയുള്ള ഈ ഫോർമുലയൊക്കെ എല്ലാം കൃത്യമായിട്ട് പാലിക്കും. ആ ഫോർമുല പാലിച്ചില്ലെങ്കിൽ, അതിന്റെ ഫലം കിട്ടിയില്ലെങ്കിൽ ആൾക്കാർക്ക് ഇതാണ്. പക്ഷെ അതേ സമയത്ത് ക്രൈസ്തവ വിശ്വാസത്തിൽ അല്ലെ കത്തോലിക്ക വിശ്വാസത്തിൽ ആ വിശ്വാസം യഥാർത്ഥ ഫലം കിട്ടണമെങ്കിൽ അതിന്റെ ഫോർമുലാസ് പറയുന്നുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നവർക്ക് അതിന്റെ ഫലം കിട്ടുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് സൂചിപ്പിച്ച വ്യക്തിയൊക്കെ ക്രിസ്ത്യാനിയാണെങ്കിലും കത്തോലിക്കനാണെങ്കിലും ആ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം പറയുന്ന ക്രമങ്ങൾ അവർ ഫോളോ ചെയ്യുന്നില്ല. അവർ ക്രമങ്ങൾ ഫോളോ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ഈ വിശ്വാസത്തിന്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിങ്ങനെ പേരുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണ്, അത് കാണുന്നവർ അവരെ കത്തോലിക്കാണ്, ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നത് തന്നെ ഒരു കത്തോലിക്ക വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നവരല്ല. പ്രാക്ടീസ് ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഈ വിശ്വാസത്തിലെ ഈ കാര്യങ്ങൾ അർത്ഥം മനസ്സിലാകുന്നില്ല. സഹനങ്ങളെ അർത്ഥം എത്രയോ നൂറുകണക്കിനും ആദിമസഭയിൽ തന്നെ 1,20,00,000 രക്തസാക്ഷികളെന്നാണ് പറയുന്നത്. വളരെ ആവേശപൂർവ്വം അറിയാം. അതായത് ചിലരെ നീറോ ചക്രവർത്തിയുടെ തോട്ടത്തിന് അല്ലെ, തോട്ടത്തില് സ്വന്തമായിട്ട് വരുന്നു. ചിലരുടെ തൊലി ഉരിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇടുന്നു, പൊരിക്കുന്നു. വേറെ ചിലരെ സിംഹം ഇട്ട് കൊടുക്കുന്നു. ഇതൊക്കെ വളരെ ആനന്ദപൂർവ്വം സന്തോഷപൂർവ്വം സ്വീകരിച്ചതാണ് സഹനം. അപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് സഹനം ഒരിക്കലും നെഗറ്റീവ് കാര്യമല്ല, ഒരു നെഗറ്റീവ് കാര്യമായിട്ടല്ല. അപ്പൊ സഹനങ്ങൾക്ക് ഇവരെത്ര പേര് ഒന്നോ രണ്ടോ കുഴപ്പമില്ല. ഇതുപോലെ വലിയൊരു സമൂഹം തന്നെ. അപ്പൊ ആദിമസഭയിലെ മാത്രം പറഞ്ഞു 1,20,00,000. എല്ലാ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടത്തിൽ അല്ലേ ഒരു ദിവസത്തിൽ ഒരു കുറഞ്ഞത് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിയതിന്റെ പേരില്, അവിശ്വാസത്തെ ഇരിക്കാത്തതിന്റെ പേരില് നമുക്ക് കണക്കറിഞ്ഞുകൂടാ. കണക്കനുസരിച്ച് അത്രയല്ല, എല്ലാ ദിവസവും ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ശരി, അതായത് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം ശരിയായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സഹനം നെഗറ്റീവ് കാര്യമല്ല. അവര് ദൈവത്തെ ഇങ്ങനെ മോളിൽ പീഡിപ്പിക്കുന്ന ദൈവമായിട്ടോ അതൊന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അവർക്ക് സഹനത്തിന് അർത്ഥമുണ്ട്. ഈ സഹനം കാരണം നമ്മുടെ അൽഫോൺസാമയ്ക്ക് നമുക്കറിയാം എപ്പോഴും തന്നെ സഹനങ്ങളായിരുന്നു. പക്ഷെ അൽഫോൺസാമ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചത്, സഹനം എനിക്ക് സന്തോഷമുണ്ട്. കാരണം സഹനത്തിന് ശേഷം എനിക്ക് ലഭിക്കാൻ പോകുന്ന, ഇവിടെ വെച്ച് തന്നെ ലഭിക്കാൻ പോകുന്ന സമാശ്വാസം ഓർത്ത് കഴിയുമ്പോൾ കൂടുതൽ സഹനം വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ സഹനങ്ങൾക്ക് ഒരു അർത്ഥമുണ്ട്. അത് അറിയുന്ന ക്രിസ്ത്യാനിക്ക് സഹനത്തെ എതിർക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ സഹനങ്ങളുടെ ഉത്ഭവം എവിടുന്നാണ്? തിന്മയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് സർക്കാർ സഹകാരം വിട്ടേക്കാം, വിട്ടേക്കാം. നമ്മൾ എടുക്കും. ഇപ്പൊ നമ്മൾ നന്നായിട്ട് കാർ ഓടിച്ച് പോവുകയാണ്, എതിരെ വേണ്ടിയാണ് മോശമായിട്ട് ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ജീവിക്കും. നമുക്ക് കൂടെ നമ്മളെ അപ്പോ ദൈവത്തിൽ വിശ്വസിക്കാത്ത, ധാർമ്മികത ഇല്ലാത്ത നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ തന്നെയാണ് മറ്റു മനുഷ്യർക്ക് സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി ദുരന്തം, നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളെ പുറകെ അന്വേഷിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം, മനുഷ്യൻ ഈ പ്രകൃതിയിലേക്ക് അവന്റെ മോശപ്പെട്ട അല്ലെങ്കിൽ അവന്റെ ക്രമമില്ലാത്ത ജീവിതങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളൊന്നുമാണ് പ്രകൃതി കൊണ്ട് ആദരിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രകൃതി സംഭവിക്കുന്ന ദുരന്തങ്ങളും പുതിയ പുതിയ രോഗങ്ങളും അല്ലെങ്കിൽ കൊലപാതകങ്ങളും യുദ്ധങ്ങളെല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നത്. ദൈവത്തിന് നമ്മൾ ആവശ്യമില്ല. ദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവത്തിന് വചനം ജീവിക്കാത്ത മനുഷ്യർ തന്നെ അവർ തെറ്റായ ജീവിതശൈലി കൊണ്ട് തങ്ങൾക്ക് തന്നെ ചുറ്റുപാട് ഉണ്ടാക്കുന്നതാണ് സഹനങ്ങളൊക്കെ. നമ്മളത് ദൈവത്തിൽ അനുസരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്ന് സഹനം അതിൽ തന്നെ ഒരു അതിന് വലിയ നന്മയുണ്ട്. ഈ ലോക ജീവിതത്തിലും ഇതിന് ശേഷവും വലിയ നന്മ കൊണ്ടുവരുന്നുണ്ട്. അതിനപ്പുറത്ത് സഹനങ്ങളിൽ നിന്നും ദൈവത്തിന് പറയേണ്ട ആവശ്യമില്ല.
സഹനങ്ങൾ മനുഷ്യൻ തന്നെ ദൈവത്തിന്റെ ക്രമം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സഹനങ്ങൾ തന്നെ ഒത്തിരി മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരില് വ്യക്തിഗത പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ചൂഷണം ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ ഈ സിസ്റ്റം ഞാൻ നിലനിന്നോട്ടെ, ചൂഷണം ചെയ്യുന്നവരോട് വേണ്ട, അത് പാടില്ല, അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു പ്രവാചക ദൗത്യം നമ്മളൊരു വിശ്വാസത്തില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എപ്പോഴും വളരെ പറഞ്ഞതുപോലെ ഒരു കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയണമെന്നോ പറയേണ്ടത് പോലെ സമയത്ത് പറയണം. സിനിമയുടെ ഭാഷയിൽ സ്നേഹത്തിൽ സത്യം പറയണം. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെല്ലാ സംബന്ധിച്ചൊരു പ്രശ്നമാണ്, ഒരു തെറ്റ് കാണുന്നു. പലപ്പോഴും അതാ നമ്മൾ തിരുത്തേണ്ട രീതിയിലല്ല നമ്മൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്. വിശുദ്ധരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധരൊക്കെ ഈ പ്രവാചകത്തിൽ നിർവഹിക്കുമ്പോൾ പോലും സ്നേഹത്തിലാണ് സത്യം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നവർ ഭാഗം നിൽക്കണം, അതേ സമയത്ത് അല്ലാത്തവരുടെ ഭാഗം നിൽക്കണം. കാരണം അവരെ ഇങ്ങനെ രക്ഷിച്ച് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സ്നേഹത്തോട് സത്യം പറയുന്നത് കാണുന്നതാണ്. ഈ തെറ്റ് ചെയ്യുന്നതിന് കൂടി മാനസികപ്പെട്ട് നല്ലതാകാനുള്ള നമ്മുടെ ശരിയായ കാരണത്തിൽ കാണും. ഒരേ സമയത്ത് ചൂഷണം ചെയ്യുന്നവർ രണ്ടുപേരും ശരിയാകണം. അതായത് രണ്ടു കൂട്ടർക്കും ദൈവാനുഭവത്തിലേക്ക് വരണം. അപ്പോ എന്താണ് ആ പ്രശ്നം അവിടെ? യഥാർത്ഥ ദൈവാനുഭവം ക്രിസ്തു സഭയിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവാനുഭവത്തിലേക്ക് വരുമ്പോ ലോകത്തിന് യഥാർത്ഥ ക്രമം ഉണ്ടാകും. ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധനികനായ മനുഷ്യനോട് പാവങ്ങൾ പൈസ കൊടുത്ത് നമ്മൾ പറയുന്നതിനേക്കാൾ 1000 മടങ്ങ് നല്ലത് അവനെ ഈശോയിലെ കൊണ്ടുവരികയാണ്. അവൻ ഈശോ അറിഞ്ഞിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അവൻ തന്നെ പാവങ്ങൾ പൈസ കൊടുത്തു. പാവങ്ങളെ സഹായിക്കാതെ പങ്കുവച്ചു കൊടുക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് 2 ലക്ഷം കിട്ടും. മറ്റേ പൈസ കിട്ടുന്നുണ്ട്. ആ പൈസ കിട്ടുമ്പോൾ അവൻ ദൈവത്തേക്ക് കൊടുത്തു. അങ്ങനെ ആ എന്തിന് ദൈവാനുഭവം ഉണ്ടാകുന്നു, സമ്പന്ന ദൈവാനുഭവം ഉണ്ടാകുന്നു, അയാൾ ഷെയർ ചെയ്യുന്നു, 2 പേർക്കും സ്വർണ്ണം കിട്ടുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് ദൈവാനുഭവം പകർന്നു കൊടുക്കാനാണ്. അതാണ് വിശ്വാസ പ്രഘോഷണം എന്ന് പറയുന്നത് അല്ലേ? നമ്മളിപ്പോ പറഞ്ഞ ആ വ്യക്തിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലേ നമ്മൾ അങ്ങനെ ആ വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ പോലും ആ വ്യക്തിയോട് നമുക്ക് സഹാവമാണ്. അത് പക്ഷെ ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നോ ആ വ്യക്തിയുടെ ഇടവകയിൽ അല്ലെങ്കിൽ ദൈവാനുഭവം ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നൊക്കെ പ്രോപ്പറായിട്ടുള്ള സമയത്ത് ദൈവത്തെ കിട്ടാത്തതിന് കാരണം ഉണ്ടാകാതെ സഭയിലേക്ക് സംബന്ധിച്ചൊരു നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അവരോട് ഇങ്ങനെ പറയുന്നവരോട് നമുക്കൊരു കരുണ തോന്നി അവരും കൂടി ദൈവത്തെ അറിയത്തക്ക രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും ആഗ്രഹമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതാണ് യഥാർത്ഥ വിശ്വാസ സാക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ? ഈ ഒരു ചർച്ച നടത്തുമ്പോൾ പോലും വിമർശിക്കുകയല്ല, ദൈവസ്നേഹം എല്ലാവരിലേക്കും നമുക്കറിയാമോ. നമ്മളിങ്ങനെ എന്തുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല, തെറ്റായ വിശ്വാസം സംഭവിക്കുന്നില്ല? കാരണം ദൈവത്തിന് പ്രത്യേക കരുണയോട് നമുക്ക് ആ ദാനം ലഭിച്ചു. ഇവർക്ക് ആ ദാനം ലഭിച്ചില്ല. പക്ഷെ അവരുടെ അറിവില്ലായ്മ കൊണ്ടാകും, അഹങ്കാരം കൊണ്ടാകാം, പല കാരണങ്ങൾ കൊണ്ടാകും. എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അവരും ഈശോയെ അറിയുക, സത്യവിശ്വാസം അറിയുക. നമ്മൾ അങ്ങനെ വൈദികനാണെങ്കിലും ഞാൻ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ തന്നെയും നമ്മളെക്കാൾ 1000 മടങ്ങ് ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ വ്യക്തിയൊക്കെ ഒന്ന് ശരിക്കും സത്യവിശ്വാസം അറിഞ്ഞിട്ട് എത്രയോ പേര് അല്ലേ? ഇപ്പൊ ഈ ഇത്ര സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ കത്തോലിക്ക സെലിബ്രിറ്റികൾ ദയവ് ചെയ്ത് നിങ്ങളുടെ വിശ്വാസം ശരിക്കും ഓർമ്മ പറയുകയാണെങ്കിൽ 1000-കണക്കിന് 10,000-കണക്കിന് പേരെ യേശുവിനെ കൊണ്ടാൻ വേണ്ടി പറ്റും. ഒരു ബിഷപ്പിനോ ഒരു ധ്യാനത്തിനോ പോലും പറ്റുന്നതിനേക്കാൾ കൂടുതൽ അല്ലേ? കൂടുതൽ പേരെ. പക്ഷെ നിർഭാഗ്യവശാൽ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ വേദനിപ്പിച്ച് മറ്റൊരു സംഭവം പറയട്ടെ. ഇടവകയിൽ നടന്ന സംഭവമാണ്. സംഭവം ഇങ്ങനെയാണ്. ആ ഇടവകയുടെ ഒരു പ്രത്യേക ജൂബിലി നാളുകളൊക്കെ ആയ സമയത്ത് ആ ഇടവകയിൽ നിന്നും സമൂഹത്തില് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ, അതായത് ഏതെങ്കിലും നല്ല കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള ആളുകളെ അംഗീകരിക്കുന്ന ഒരു ചടങ്ങാണ്. 10-20 ആൾക്കാർ പല കാർഷിക മേഖലയില്, അധ്യാപന മേഖല, ഇങ്ങനെ പല മേഖലയില് വന്നിട്ടുള്ളവരാണ്. അതില് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ചെറുപ്പത്തിലുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെയും ആദരിക്കുന്നതായിട്ട് കണ്ടു. കാരണം ആ വ്യക്തി നമ്മുടെ സഭയിൽ നിന്ന് സിനിമാ രംഗത്തെത്തി അത്യാവശ്യം പേരെടുത്ത ഒരു വ്യക്തിയാണ്. സോ സന്തോഷം തോന്നി. ഞാൻ ആ ചടങ്ങില് കാണിയായിട്ട് പങ്കെടുത്തിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്നു. ഈ വ്യക്തി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആ ഇന്റർവ്യൂ വ്യക്തി പറയുന്നത് എനിക്കിങ്ങനെ പ്രായോഗിക വിശ്വാസം ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന വെച്ചാൽ വ്യക്തി പറഞ്ഞതാണ്, ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല, കുർബാനയ്ക്കൊന്നും പോകാറില്ല.
പക്ഷെ എന്നാലും പലപ്പോഴും ഒക്കെ ഞാൻ പള്ളിയിൽ പോകും, മനസ്സിന് സ്വസ്ഥത കിട്ടാൻ വേണ്ടി, ശാന്തമായിട്ടിരിക്കാൻ വേണ്ടി പോകും. അല്ലാതെ എനിക്കങ്ങനെ വിശ്വാസമൊന്നും ഇല്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ വ്യക്തിയെ ആണല്ലോ സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ ജനത്തിന് മുഴുവൻ, ആ ഇടവകയിലുള്ള വ്യക്തികളാണ്, ആ ഇടവകയിൽ പെട്ടവർക്കാണ് ഈ ആദരവ് കൊടുക്കുന്നത്. ഒത്തിരി പൊക്കി പറഞ്ഞതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി മാനസിക വിഷമം തോന്നും. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന ചോദ്യത്തിന് ആ വ്യക്തി പറഞ്ഞതാണ്, ഒരു പവറുണ്ട്. ആ പവർ ഞാൻ ചിലപ്പോൾ അമ്പലത്തിലും കയറാറുണ്ട്, ഞാൻ പള്ളിയിലും ഇരിക്കാറുണ്ട്. മനസ്സിനെ സ്വസ്ഥമാക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്തോ എന്നാണ് ദൈവം എന്ന രീതിയിലാണ് കമന്റ് പറയുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം, കാരണം ഞാൻ നേരിട്ട് കണ്ടനുഭവിച്ചൊരു യാഥാർത്ഥ്യമാണ്. നേരിട്ട് അങ്ങനെ ഒരു സാഹചര്യം, സഭ ആൾക്കാരെ ആദരിക്കുമ്പോൾ പോലും അവര് സമൂഹത്തിനൊക്കെ കോൺട്രിബ്യൂഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും അവരുടെ വിശ്വാസത്തിന്റെ ഒരു മൂല്യം കൂടെ നമ്മളൊന്ന് കണക്കെടുക്കേണ്ടതല്ല. തീർച്ചയായും അച്ഛൻ പറഞ്ഞപ്പോൾ ഇതിന് ഏതാനും 2-3 വർഷം മുമ്പ് ഒരു സിനിമ നടിയാണ്, അവര് അബോർഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ നായിക അഭിനയിച്ചു. ആ വർഷത്തെ നമ്മുടെ സഭയുടെ എന്തൊരു അവാർഡ് കിട്ടിയത്, വലിയ അവാർഡ് കിട്ടിയത് ഈ സഹോദരിക്കായിരുന്നു. ഞാനിങ്ങനെ എനിക്ക് ബന്ധപ്പെടുന്ന അച്ഛന്മാരൊക്കെ ഞാനിങ്ങനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇവരിങ്ങനെ ഒരു പേരെടുത്തു, സഭയുടെ വ്യക്തിയാണ്, പേരെടുത്തു എന്ന് ശ്രദ്ധിച്ചു. പക്ഷെ ഇവരുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കാൻ പറ്റും. അത് വലിയൊരു അപകടമാണ്. അപ്പൊ നമ്മള് ഈ സെലിബ്രിറ്റികള് ഒരു വീഴ്ച കാണിക്കുന്നപ്പോൾ തന്നെ അപകടമാണ്. നമ്മള് പ്രത്യേക സഭ തന്നെ, അല്ലെങ്കിൽ സഭയിലുള്ളവര് ഇപ്രകാരമുള്ള വിശ്വാസം ജീവിക്കാത്ത വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഇവരിങ്ങനെ ഈ രീതിയിൽ അവർക്ക് വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലല്ലോ. അവരിപ്പോ ആണെങ്കിൽ പള്ളി വരുമ്പോൾ പള്ളിയിലെ കാര്യം പറയും, അമ്പലത്തിൽ പോകുമ്പോഴെങ്കിൽ അമ്പലത്തിലെ കാര്യങ്ങൾ പറയും. വേലികെട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥൻ, നമ്മുടെ സമയത്ത് തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, അതേപോലെ ഇപ്പോൾ ഏറ്റവും ഇസ്ലാമാബാദിൽ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസവും എന്നെ കളിക്കുള്ള അദ്ദേഹമാണ് കത്തോലിക്ക വിശ്വാസത്തേക്കാൾ ഉപരി ഇസ്ലാമാബാദിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ നീ ഇസ്ലാമ വിശ്വാസിയാന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ ഇദ്ദേഹം അമ്പലത്തിൽ പോയി ഹിന്ദു വിശ്വാസം ഏറ്റവും വിശ്വാസം എന്ന രീതിയിൽ ഇവരിങ്ങനെ ഇങ്ങനെയാണ് കുറച്ചു പേരുണ്ടേ. അപ്പൊ അവർ അതിനർത്ഥം അവർ ക്രൈസ്തവ വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ഒത്തിരി വിശ്വാസം നഷ്ടപ്പെടുന്നുമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ഒന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രണ്ട് ഇവർ എത്രയും പെട്ടെന്ന് ഇവർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഇത് കാണുന്ന നമ്മുടെ വിശ്വാസികളും ഇങ്ങനെ എന്താണ് കാണുന്നത് എന്നതിനെ കുറിച്ചുള്ള അതൊക്കെ എന്തിനു പറയുന്നത് നമ്മളൊരു സെൻസർ അല്ലേ, സെൻസറി നമ്മൾ കാണുന്ന ആൾക്കാരെ കൂടെ സെൻസർ ചെയ്യണം. യൂട്യൂബ് ഈശോയെ കുറിച്ചാണ് പറയുന്നത്, സഭയിലെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്തുകൊണ്ട് വെട്ടി വീഴാതെ തന്നെ അത് കുറച്ചുകൂടി സ്വന്തം യുക്തി കൊണ്ടും തങ്ങൾക്ക് ബോധ്യപ്പെട്ട സഭാവിശ്വാസം കൊണ്ടും ഒക്കെ നോക്കാൻ കൂടി ശ്രദ്ധിക്കണം. പറയുന്ന വ്യക്തികളിൽ ചിലപ്പോൾ പറയുന്ന ആധികാരികത കൊണ്ടും സഭ തന്നെ ചിലപ്പോൾ ഇവരെ പ്രൊമോട്ട് ചെയ്തേക്കുന്നതൊക്കെ ചിലപ്പോൾ ഇത് പാവപ്പെട്ട വിശ്വാസികൾ ശരിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചു പോയി. രണ്ടും കൂടെയുണ്ട്. പക്ഷെ ആദ്യം ഒരു വ്യക്തിയുണ്ടല്ലോ വാഴയ്ക്ക് അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് ഞാൻ സാധിച്ചു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ദൈവവിശ്വാസം അതേക്കുറിച്ച് എന്താ പറയുന്നത് ചോദിച്ചു. അപ്പൊ നേരത്തെ ഇത് പറഞ്ഞതിൽ കുറച്ച് പ്രശ്നം ഉണ്ടാകുന്ന മനസ്സിലിട്ടുണ്ട്. കുഴപ്പമില്ല, വിശ്വസിക്കട്ടെ, മനസ്സിൽ ബലമില്ലാതെ വിശ്വസിക്കട്ടെ. അപ്പൊ അവിടെ അടുത്ത ഒരു തെറ്റ് അവതരിപ്പിക്കുകയാണ്. ദൈവവിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ മനോബലമില്ലാത്തവന് ഒരു മനഃശാസ്ത്രപര കാര്യം പോലെയുള്ള സംഭവമായിരിക്കും. അത് അടുത്ത പ്രശ്നം ഇത് കേൾക്കുന്നവരൊക്കെ പറയുന്നത് എനിക്ക് പറഞ്ഞാൽ ശ്രമിക്കുകയാണ്, എനിക്ക് നല്ല ബലബലമാണ്, എനിക്ക് ദൈവവിശ്വാസം ആവശ്യമില്ല, അവിടെ മനുഷ്യർ അവരുടെ ആശ്വാസം കൊണ്ട് വിളിച്ചോട്ടെ എന്ന രീതിയിൽ. അങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇങ്ങനെ വിശ്വാസം തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതേക്കുറിച്ച് വളരെ വിജയനായിരിക്കും. എനിക്ക് കാര്യം പറയാനുള്ള കാര്യം, നിങ്ങൾ തന്നെ ബോധപൂർവ്വം കത്തോലിക്ക വിശ്വാസ സോഴ്സുകൾ ബോധം അറിയാൻ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കാനും ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള വ്യക്തിയോട് ചോദിക്കാൻ ശ്രമിക്കണം. കാരണം ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്ന കാരണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാൻ പറ്റുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഓരോരുത്തരും ഒരു ഉത്തരവാദിത്വം കൊടുത്തതും കൂടി തന്നെ അല്ലേ എന്താ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ പരിശീലനത്തിലുള്ള സഭയുടെ പ്രബോധനങ്ങൾ കൃത്യമായിട്ട്
നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പോരായ്മകളൊക്കെ. സഭയുടെ പ്രബോധനം എന്ന് പറഞ്ഞാൽ വെറും ബൈബിൾ മാത്രമല്ലല്ലോ. സഭയുടെ വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ഇതിനകത്ത് വരുന്നുണ്ട്, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ സഭയുടെ എല്ലാ പ്രബോധനങ്ങളും, മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങളും www.vatican.va എന്ന ആ സൈറ്റിൽ കയറുകയാണെങ്കിൽ നമുക്കത് ലഭ്യമാണ്. മാർപ്പാപ്പയുടെ അനുദിന സന്ദേശങ്ങളും തൊട്ട് ചാക്രിക ലേഖനങ്ങളും അപ്പോസ്തോലിക് ലെറ്റേഴ്സും എല്ലാം. അത് ഇന്ന് നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ടല്ലോ. ഇംഗ്ലീഷിലുള്ളതൊക്കെ നമുക്ക് മലയാളത്തിലേക്ക് ആക്കി വായിക്കാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തില് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ, സഭയെ സ്നേഹിക്കുന്ന വ്യക്തി സഭയുടെ പ്രബോധനം എന്താണെന്ന് കൃത്യമായി പഠിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ഇത്തരം ചതിക്കിടയിൽ വീഴുന്നത്. ഇത് പറയുമ്പോൾ ഞാനൊരു വലിയൊരു മാധ്യമ പ്രവർത്തകനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല, ചില ധ്യാനിപ്പിക്കുന്ന വൈദികർ പോലും ആ ഒരു ആശയം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവർ പറയുന്നത് ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ കുറിച്ചൊന്നും പറയാതെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹത്തെക്കുറിച്ച്, സ്നേഹിക്കുക, കാരുണ്യം കാണിക്കുക, അതാണ് ആത്മീയത. അതിനകത്ത് ക്രിസ്തുവിന്റെ റോളൊന്നും എടുത്ത് പറയുന്നില്ല. കാരണം ക്രിസ്തുവിനെ കുറിച്ച് പറയാതെ ബുദ്ധനെ കുറിച്ച് കുറച്ച് പറയും, മറ്റ് മതഗ്രന്ഥങ്ങളിലുള്ള നല്ല കാര്യങ്ങളെല്ലാം കൊണ്ടിരുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നവരാകുക. ഇങ്ങനെ പറയുന്നവർക്ക് ഭയങ്കരമായിട്ട് ആൾക്കാര് അതൊന്നും വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒത്തിരി ആൾക്കാരെ അതിലേക്ക് ആ ഒരു ആശയത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് വളരെ ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ഇടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു അബദ്ധ പ്രബോധനവും ഒരു വഴിതെറ്റിന്റെ സാധ്യതയുമാണ് ഇപ്പോൾ. കാരണം ഒന്ന് വിഷയ സ്നേഹമാണ്. നമ്മളെല്ലാവരുടെയും ഉള്ളിനുള്ളിലെ കൊതിയും ദാഹവും ലക്ഷ്യമെല്ലാം സ്നേഹമായിരിക്കുന്നതുകൊണ്ട് സ്നേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആരാണ് ഞാൻ ചെയ്യും. ആരണ്ടി പറയുന്ന വ്യക്തിയെ കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നു. ഈ ഹൈന്ദവരുടെ എന്നൊരു നദി എന്നുണ്ടല്ലോ, നമ്മളുടെ കത്തോലിക്ക സഭയില് വളരെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയാനാവുന്ന ഒരു വ്യക്തി അവിടെ പോയി അവിടെ പോയിരുന്ന വീഡിയോ ചെയ്യുന്നു, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് സമാധാനം കിട്ടിയെന്ന് പറയുന്നു. നമുക്കിപ്പോൾ അതിന് 10,000-കണക്കിന് വ്യൂവേഴ്സ് ആണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശൈലി തന്നെ പറഞ്ഞ സ്നേഹമാണ്. സ്നേഹം പറയും, പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാ മതങ്ങളും ഒന്നാകും, എല്ലാ മതങ്ങളിലും ഒന്നാകുന്ന, എല്ലാ മതങ്ങളും കൂടി രക്ഷപ്പെടുന്നുള്ള രീതിയിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയും. അതിന്റെ ക്രിസ്തുവിനെ കുറിച്ച് പറയും. പിന്നെ അങ്ങനെയുള്ള ഇഷ്ടമുള്ള പറയും. പറയുന്നത് ലാവണ്യ മാധുര്യം സംസാരിക്കുന്നു, നല്ല ആശയങ്ങൾ പറയുന്നു, ആൾക്കാരെ വിശ്വസിച്ച് പോവുകയാണ്. അപ്പൊ അച്ഛൻ മുമ്പ് പറഞ്ഞാൽ ദേശീയ മാധ്യമ പ്രവർത്തനായിരിക്കും. ഈ ഇദ്ദേഹം നമ്മൾ ഈ പറഞ്ഞ ആളിനെ ധ്യാനം കാണാൻ വേണ്ടി പോയി. ഒന്നാമത് തന്നെ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകന്റെ ഉള്ളില് എല്ലാ മതവും ഒന്നാമത് കാഴ്ചപ്പാടുള്ളത് കത്തോലിക്ക വിശ്വാസം തന്നെയാണ്. ഇദ്ദേഹം ധ്യാനം കാണാൻ പോയിട്ട് ഇദ്ദേഹം വന്ന് എനിക്ക് കുറച്ചുകൂടി ഉറപ്പായി, എല്ലാ മതങ്ങളും ഒന്നാമത് ഉറപ്പായി. പിന്നെ ഓർത്തു ഒന്ന് ഇത് രണ്ടുപേരും ഈ പറഞ്ഞ ഈ വൈദികനെ വ്യക്തിയും രണ്ടുപേരും വലിയ സെലിബ്രിറ്റികളെ പോലെ ബന്ധപ്പെടുന്നവരാണ്. രണ്ടും കത്തോലിക്കലുമാണ്. എത്രയോ 10,000-കണക്കിന് പേരിലേക്കാണ് ഈ തെറ്റായ വിശ്വാസം പ്രചരിക്കുന്നതിനെ കുറിച്ച്. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുള്ളത്, സെലിബ്രിറ്റികളെ കാണുന്നുണ്ടെങ്കിൽ അതിന് കുറവായിരിക്കും എങ്കിൽ തന്നെയും നിങ്ങളൊക്കെ കേട്ടോ അതിലൊന്ന് കാണുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള സെലിബ്രിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ കൊടുക്കുക. ഞങ്ങളുടെ അപേക്ഷയുള്ളത്, നിങ്ങളുടെ വിശ്വാസം, കത്തോലിക്ക വിശ്വാസം ശരിക്കും ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പേരെ നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും. ഇത് വലിയ കാര്യമാണത്. നമ്മുടെ ഈശോയുടെ പേരിലല്ലേ, ഈശോയുടെ നാമത്തിലല്ലേ മാമോദീസ സ്വീകരിച്ചു, ഉദാശ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഒരു ഈ തൃശ്ശൂരിൽ ഒരു സിനിമാനുണ്ട് സിജോ, അദ്ദേഹം വളരെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം ഉറച്ച് പറ്റാൻ വ്യക്തിയാണ്. അച്ഛന്റെ റോൾ അപ്പൊ ഇദ്ദേഹം കുറച്ച് നാലാമത്തെ മക്കളുണ്ട്. ഇദ്ദേഹം പോകുന്നതെല്ലാം ഈശോയോട് ശക്തമായിട്ട് പ്രഘോഷിക്കും. തീർച്ചയായിട്ടും അത് ഒത്തിരി സ്വാധീനമുണ്ട്. അപ്പൊ നമ്മുടെ പിന്നെ എന്താ വേവിക്കുന്ന കലയന്താനി എന്നുള്ള വ്യക്തി, അപ്പൊ അദ്ദേഹം അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ എഴുതിയ ആളായത് പിന്നെ പാട്ട് എഴുതുന്ന വ്യക്തിയായിരിക്കുകൊണ്ട് സിനിമയിലേക്ക് വിളിച്ചു. അനേകം നമ്മുടെ എഴുതുന്ന ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കണം. അദ്ദേഹം ഗൂഗിൾ തീരുമാനിച്ചു. അതൊക്കെ വലിയൊരു വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ സഭയിൽ ഉള്ള പല മേഖലയിൽ പേരെടുത്ത വ്യക്തികള് നിങ്ങൾ നേരത്തെ പറഞ്ഞ മെത്രാന്മാരെക്കാളും വൈദികരെക്കാളും ഒക്കെ കൂടുതലായിട്ട് വരി പൊതുജനങ്ങൾ കൂടുതൽ നിങ്ങളെയാണ് കാണുന്നത് കൊണ്ട്
നിങ്ങൾ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായി സാധിക്കും. ഈ പിന്നെ ബ്രസീലിൽ ഒരു ഫുട്ബോളുണ്ട്, നെയ്മർ എന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ലോകത്തിൽ മറ്റൊരാളാണ് ഞാൻ കണ്ടത്. അദ്ദേഹം തലയിൽ ഇങ്ങനെ ഒരു റിബൺ പോലെ ഇട്ടു, 100% ജീസസ് നടന്നുകൊണ്ടിരുന്നു. അപ്പൊ ഈ നെയ്മറിന്റെ പിന്നെ ആരാധകരായിട്ട് മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. അപ്പൊ ഇത് നെയ്മറിനോട് ഒരു ആരാധന ഉള്ളതുകൊണ്ട് ഇത് ശ്രദ്ധിക്കും. ഏറ്റവും കൂടുതൽ ജീസസിന്റെ പേര് രക്ഷാകരമായി നാം ഒരു പ്രാവശ്യം വായിപ്പിച്ചിരുന്നു. അപ്പൊ ഓർക്കരുത് എത്രയോ വലിയ സാക്ഷ്യം ഒരുപക്ഷെ ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തിക്കായിരിക്കും. എങ്കിൽ തന്നെയും വെറുതെ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ അതായത് ഞാൻ നല്ല കളിക്കുന്നത് തന്നെ, ഞാൻ ഗോളടിക്കുന്നത് എന്റെ 100% എന്റെ പ്രചോദനം ഈശോയാണ്, ശക്തി ഈശോയാണെന്ന് വലിയ സാക്ഷ്യം വരുന്നത്. അങ്ങനെ നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികമായിട്ടുള്ള വിശ്വാസികൾക്കും മറ്റു മനസ്സുകൾക്കും ഒക്കെ പ്രതീക്ഷയോടെപ്പോഴാണ് സാത്താൻ കളിക്കുന്ന വേറൊരു കളി എന്നെ മനസ്സിലായി ഓർമ്മ വന്നത്. അതായത് യേശുവിന്റെ നാമം ഇപ്പൊ ധ്യാനമൊക്കെ വന്നതോടുകൂടി ആൾക്കാർ എപ്പോഴും ഏറ്റു പറയാൻ തുടങ്ങി. അപ്പൊ എന്റെ നാമവും ആൾക്കാർ അതിനങ്ങൾ ഉച്ചരിക്കണമെന്നുള്ള ആഗ്രഹത്തില് പല സിനിമാ പേരുകൾ പോലും സാത്താൻ ലൂസിഫർ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സിനിമാ പേരുകൾ പോലും ഇട്ടുകൊണ്ട് സാത്താൻ നാം അറിയാതെ പോലും പറയത്തക്ക രീതിയിൽ മനുഷ്യനെ അവര് ഉപയോഗിക്കുന്നുണ്ട്. ആ കളിയും കളിക്കുന്നുണ്ട്. അപ്പൊ അതൊരു യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒത്തിരി വിശ്വാസികളെ സംബന്ധിച്ച് ഒത്തിരിയേറെ അവര് നിയന്ത്രിച്ച് സോഷ്യൽ മീഡിയ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. അപ്പൊ ഈശോ അല്ലെങ്കിൽ സഭ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ചാടിക്കയറി എല്ലാം വെട്ടിവിഴുങ്ങാതെ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കുറച്ചൊക്കെ സ്വയം പഠിച്ച് മുന്നോട്ട് ശ്രമിക്കണം. ഞങ്ങൾക്ക് വലിയ അഭിപ്രായമുള്ളത് IHS യൂണിവേഴ്സിറ്റി നമ്മൾ നിലകൊള്ളുന്നത് ഈ സത്യവിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അവിടെ നിങ്ങൾ കാറ്റഗിസം അല്ലെങ്കിൽ സെക്കൻഡ് വെറ്റിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ചാപ്റ്റർ ലേഖനങ്ങൾ ഇത് മേടിച്ച് വായിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾക്ക് സാധിക്കുന്ന പരമാവധി ഞങ്ങൾ സഹായിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നല്ല ബോധ്യപ്പെടുന്ന വ്യക്തികൾ കൈമാറും. അതുകൊണ്ട് സ്വയം പഠിക്കുക. ഇങ്ങനെ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടുകൊണ്ട് നമ്മളത് കണ്ടോട്ട് വിശ്വസിക്കാതിരിക്കുക. ഇത് പറയുമ്പോൾ മീഡിയയിലൂടെ വരുന്ന മറ്റൊരു പ്രശ്നം, ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ചില ഗുരുക്കന്മാരുടെ ധ്യാനങ്ങളിൽ അവർ പറയും നമ്മൾ യോഗ ചെയ്യാൻ പാടില്ല, അമ്പലങ്ങളിലെ പ്രസാദം കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള പലരും. വേറെ ചിലരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങൾ വരും. അപ്പൊ ഇങ്ങനെ ഒരു ജനങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ സഭയുടെ ഭാഗത്ത് നിന്നും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സഭാവിശ്വാസികളും അതുപോലെ തന്നെ സഭയിലെ അച്ഛന്മാരായിട്ടുള്ളവരും അവരുടെ കാര്യങ്ങളെ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് ഒന്ന് അതിനെ ഒന്ന് വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ സഭയിൽ വരുത്തേണ്ട ആവശ്യമുണ്ട്. ഓണം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഓണത്തെ സംബന്ധിച്ച് വിഷയമാണ്. അപ്പൊ ഓണം ധ്യാനം നിൽക്കുന്ന മിക്കവാറും ഓണം പാടില്ല എന്ന് പറയും. അല്ല അതിനെ കർശനമായിട്ട് നിർത്തിയോ അല്ലെങ്കിൽ അതിനെ പക്ഷെ ആ സഭയുടെ ഔദ്യോഗിക ഭാഗത്തുനിന്ന് അല്ല മറ്റുള്ള വൈദ്യുതിയിലും ഒക്കെ കുഴപ്പമില്ലെന്ന് പറയും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ യോഗ തുടങ്ങി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു പ്രശ്നമുണ്ട്. ഏതൊരു യൂട്യൂബ് പറഞ്ഞാൽ ശ്രദ്ധിക്കുകയായിരുന്നു. ഇസ്ലാം മതം ഈ പ്രശ്നമില്ല. ഇസ്ലാം മതത്തിൽ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ഒറ്റ വിശ്വാസമുള്ളൂ. ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ബോധ്യമുള്ളൂ. നമുക്ക് കത്തോലിക്ക സഭയിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് കണ്ടു പല ബോധ്യങ്ങളായിരിക്കും. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഈ മെത്രാന്മാരോ അല്ലെങ്കിൽ ദൈവശാസ്ത്രന്മാരൊക്കെ യോഗയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വിഷയം പറയുന്നു. ധ്യാനഗുരുക്കന്മാരൊക്കെ ഒരു കാര്യം പറയുന്നു. ഭരണപായസത്തെ കുറിച്ച് ഒരു പറയുന്നു. ഈ കാര്യത്തെ കുറിച്ചൊക്കെ ആൾക്കാർ അധികം പരിധി കിടക്കുന്നത്. ഇവിടെ സഭയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സഭയ്ക്കൊരു KCBCയുടെ തിയോളജി കമ്മീഷൻ ഉണ്ട്. തിയോളജി കമ്മീഷൻ ഇത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളിൽ വിശ്വാസികൾക്ക് ക്ലാരിറ്റി കൊടുക്കുക. വിശ്വാസികൾ ആരെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കേൾക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്റെ പിതാക്കന്മാർക്കോ ഈ തിരുവനന്തപുരം തലപ്പത്തിരിക്കുന്നവരുടെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതൊന്ന് നോക്കുക, അതിന് റിപ്ലൈ ചെയ്യുക. അങ്ങനെ വിശ്വാസികളുമായിട്ട് ഇങ്ങനെ സംവദിക്കാനായിട്ട് അങ്ങനെ ശ്രമിക്കുക. കാരണം ഒരുപക്ഷെ സുന്ദരം പഠിപ്പിക്കുന്ന ഒരു വൈദികൻ അതൊരു അഭിനയ പിതാവ് അവര് പ്രത്യേക ഒരു മേഖല മാത്രം പരിധിയുണ്ട്. എന്നാൽ വിശ്വാസികൾക്ക് അങ്ങനെയല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു സമയം ഉണ്ടാക്കിപ്പെടുന്നത് അന്വേഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ സംശയങ്ങളും ഒക്കെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടല്ലേ. അതിനുശേഷം പൊതുവെ സഭയുടെ വിശ്വാസ പഴസം പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഒന്ന് രൂപ തോറുമോ അല്ലെങ്കിൽ
KCC മൊത്തത്തിലൊക്കെ ചില കാര്യങ്ങൾ ക്രോഡീകരിച്ച് പ്രബോധനം നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ ഇവിടെ ഒരു നാദല്ലാക്കണി പോലെ ഓരോരുത്തരും ഓരോ രീതിയും. ഓണത്തെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കി അച്ഛന്മാർ തന്നെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 19-50 അഭിപ്രായം പറഞ്ഞേക്കുന്നത്. സഭയെ സംബന്ധിച്ച് സഭയ്ക്ക് കൃത്യമായ അഭിപ്രായം ഉണ്ടാകേണ്ടതല്ലേ. അപ്പൊ സഭയോട് വ്യക്തികൾ തന്നെ പല വ്യക്തികൾ ചെയ്യണം. യോഗയെക്കുറിച്ച് തന്നെ യോഗയെക്കുറിച്ച് നമ്മൾ സഹകരിക്കുന്നത് കത്തോലിക്കസഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് ശരിയല്ലാത്ത രീതിയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് അന്യമതങ്ങളിലേക്ക് അന്യവിശ്വാസത്തിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള ഒരു അപകടമുള്ള രീതിയിലാണ് നമ്മൾ സഹകരിക്കുന്നത്. ആരോഗ്യപരമായ പറയുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. സെമിനാരിൽ തന്നെ, അതായത് വൈദികരെ വാർത്തെടുക്കുന്ന സെമിനാരിൽ തന്നെ യോഗാധ്യാനങ്ങൾ നടത്തുന്നുണ്ട്. യോഗ ചെയ്യുന്ന സഭയുടെ വിവിധ സ്ഥാനീയരായ ആൾക്കാരെ അറിയാം. അപ്പോൾ ശരിക്കും സഭ കൃത്യമായ ഒരു സ്റ്റാൻഡ്, ഉന്നതാധികാര സമിതി കൃത്യമായിട്ട് അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതിന്റെ ആവശ്യം ഇവിടെയാണ്. ഇപ്പം വിളിച്ചാൽ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. കാരണം ഞാൻ സെമിനാരിലായിരിക്കുന്ന സമയത്ത് യോഗാധ്യാനം കൂടിയിട്ടുണ്ട് സെമിനാരിയുടെ ഫോർമേഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ സഭ കൃത്യമായിട്ട് അതിനൊരു രൂപരേഖ അല്ലെങ്കിൽ മാർഗരേഖ കൊടുക്കേണ്ടത് ആവശ്യം. ഈ മദർ തെരേസ പെട്ടെന്ന് ഓർമ്മതാണ്. മദർ തെരേസയുടെ ഒരിക്കല് ഒരാളെന്ന് ചോദിച്ചു, മദറിലേക്ക് ഈ യോഗയെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചു. വളരെ മധു പറഞ്ഞത് വലിയ മീറ്റിംഗാണ്, ഈ യോഗ ബന്ധപ്പെടുന്ന മീറ്റിംഗാണ്. മധു പറഞ്ഞത് ഈശോയോട് ശിഷ്യന്മാർ വന്ന് കർത്താവിനെ പ്രാർത്ഥന പഠിപ്പിക്കാൻ വന്നപ്പോൾ ഈശോ യോഗ പഠിപ്പിച്ചില്ല. ഈശോ നിഷ്കളങ്കമായ രീതിയിൽ സ്മൃതസ്നാനം ഞങ്ങൾ പിതാവെ എന്ന് പഠിപ്പിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങൾ ദയവ് ചെയ്ത് ആധ്യാത്മിക കാര്യങ്ങളെയും പ്രാർത്ഥനയും ഒന്നും സങ്കീർണമാക്കരുത്. അപ്പൊ യോഗയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം തന്നെ നമ്മുടെ രക്ഷയും നമ്മളുടെ ദാനങ്ങളും എല്ലാം സൗജന്യമാണ്. നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അപ്പൊ നമ്മള് യോഗ ചെയ്യും, യോഗ പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഒന്ന് വിചാരിക്കും, ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അങ്ങനെ ദൈവത്തിന്റെ കൃപയും അവിടുത്തെ സൗജന്യമായ ദാനവുമാണ് നമുക്കുള്ള ദാനങ്ങളും രക്ഷയും എന്നുള്ള ആ ഒരു വിശ്വാസം പോലും നഷ്ടപ്പെട്ട് നമ്മളെ ഫോക്കസ് ചെയ്തതിലേക്ക് നയിക്കുന്നതാണ് ഇങ്ങനെയുള്ള ടെക്നിക്കുകളെല്ലാം ആവണം. അതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. യൂത്ത് കാറ്റഗറീസ് പഠിപ്പിക്കുന്നുണ്ട്, ആരോഗ്യപരമായ കാരണങ്ങളാൽ പലരുമൊക്കെ യോഗ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്യമത വിശ്വാസങ്ങളിലേക്ക് പോകാനുള്ള ഒരു വാഹനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നു അതേക്കുറിച്ച്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ എങ്ങനെയായിരിക്കുന്നതുകൊണ്ടും സഭയുടെ പാരമ്പര്യങ്ങളിലും എങ്ങനെയായിരിക്കുന്നതുകൊണ്ടും ഇന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് കൃത്യമായി വളരെ വേണം. അങ്ങനെ അറിയപ്പെടുന്നതിൽ പോവാതെ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം കേരള സഭ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസ പ്രതിസന്ധിയാണ്. റിലേറ്റീവ്സ് അല്ലേ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവർക്ക് തോന്നുന്ന രീതിയിൽ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം മഹാഭാവമല്ലേ. നമ്മൾ കഴിഞ്ഞ 3-4 സംസാരിച്ചത് കേരള സഭയിൽ വളരെ വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖരായ നേതൃത്വന്മാരൊക്കെ അത് പഠിപ്പിച്ച് വിശ്വാസം കണ്ടെത്തുന്നുണ്ട്. ഏകദേശം ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ചേർന്ന പ്രചോദനങ്ങൾക്ക് നന്ദി. തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ വീണ്ടും ചില സംശയങ്ങൾ കേൾക്കാനേക്ക് ദയവീത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമന്റായിട്ടല്ലേ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കും. അടുത്ത് നമ്മളുടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്ക് വിരുദ്ധമായതൊന്നും ഞങ്ങളുടെ അതിൽ നിന്ന് വരാതെ വിശ്വാസ സംരക്ഷണത്തിനും സത്യപ്രബോധന സംരക്ഷണത്തിനും മാത്രമാണ്, ഒന്നിനുമല്ല ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് അതാണ് നമ്മുടെ ആഗ്രഹം. കേൾപ്പിക്കാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നമുക്ക് ഈശോയുടെ പ്രത്യേകമായ ആശീർവാദം സ്വീകരിക്കാം. വിശ്വാസപരമായ മേഖലയിൽ നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ തന്നെ എന്തെങ്കിലും വായിച്ചോ കേട്ടോ ചിന്തിച്ചോ ഏതെങ്കിലും മേഖലയിൽ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായി എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബോധ്യങ്ങൾ കയറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ കർത്താവേ, അങ്ങയുടെ അഭിഷിക്തത്തിലൂടെ ആസ്വാദം ലഭിക്കുന്ന സമയത്ത് ആ തെറ്റായ ബോധ്യങ്ങൾ ഉള്ളിൽ നിന്ന് മാറി എൻ്റെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും മാറിപ്പോയി സത്യവിശ്വാസം ആ മേഖലയിൽ കുറയ്ക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരെങ്കിലും നിങ്ങൾക്ക് ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും കാണാം. അതുവരെ പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം, സ്നേഹത്തിലായിരിക്കാം. അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളിൽ പങ്കുവെക്കുന്ന ഈ സത്യവിശ്വാസം തെറ്റുകൂടാതെ കുറവുകൂടാതെ മരണം വരെ തീക്ഷ്ണമായിട്ട് പ്രാക്ടീസ് ചെയ്യുവാനും പഠിപ്പിക്കുവാനും ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈശ്വരനിലേക്ക്